ഹലോ ഗൈസ്, അടുത്ത ടാസ്ക് 3 എന്ന് പറഞ്ഞ സെറ്റിലോട്ട് നിങ്ങൾക്ക് അടുത്ത ടാസ്കിന് പോയിട്ടുള്ള കണ്ടൻറ്റാണ് പറയാൻ പോകുന്നത്. നമ്മുടെ റോബോട്ട് ഇതിപ്പം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വാഡ്രൂപ്പഡ് റോബോട്ടിൻ്റെ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ആണ്. നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് 2R റോബോട്ട് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ആണ്. ഓക്കെ, അതിൽ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ആണ് ചർച്ച ചെയ്തത്. ഇപ്പം നോക്കിക്കോ, ഇപ്പം അതാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ ഞാനൊരു XY സിസ്റ്റം വരയ്ക്കുകയാണ്. നോക്കിക്കോ, അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇത് ഒരു ആക്സിസ് സിസ്റ്റം, ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുകയാണ്. ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, XY. അപ്പം നിങ്ങൾ ചെയ്ത റോബോട്ട് എന്താ? ഒരു പ്ലെയിനാർ റോബോട്ടാണ് എന്ന് പറയുമ്പം, പ്ലെയിനാർ റോബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ആക്സിസ് തുടങ്ങിയിട്ട് ഇതാണ്ട ഒരു ഇങ്ങനെ വന്നു, അടുത്തൊരു ലിങ്ക് വന്നു, അവിടെ തുടങ്ങി. ഇത് ഇവിടുന്ന് വീണ്ടും ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്, ഇവിടുന്ന് ഒരു വീണ്ടും ലിങ്ക് തുടങ്ങി. ഇങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് θ1 പിന്നെ ഇത് θ2. ഓക്കെ, അതൊക്കെ മനസ്സിലായില്ല സംഭവം. എന്നിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കൈനമാറ്റിക്സും ഫോർവേഡ് കൈനമാറ്റിക്സും ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ആ ഇക്വേഷനിൽ ഫോർവേഡ് കൈനമാറ്റിക്സിന് 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഇൻവേഴ്സ് കൈനമാറ്റിക്സിന് അതേപോലെ 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു 2R റോബോട്ടാണ്. ഓക്കെ, 2R റോബോട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് എൻഡ് എഫക്ടർ എപ്പോഴും x,y എന്ന് പറഞ്ഞ പ്ലെയിനിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഒരു Z, പ്ലെയിനിലോട്ട് കയറത്തില്ല. എന്ന് പറയുമ്പോൾ Z, പ്ലെയിനിൽ ഇല്ല. അതിന് ഒന്നെങ്കിൽ ഇതിൻ്റെ Z ഫിക്സ്ഡ് ആയിരിക്കും, ഏതെങ്കിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിക്സ്ഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ Z 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് Z സ്വീപ്പ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ Z എന്ന് പറഞ്ഞ സിസ്റ്റം ഒരു Z കോണിലോട്ട് എന്ന് പറയുമ്പോൾ വേണ്ട, ഇപ്പോൾ ഇങ്ങോട്ട് ഒരിക്കലും ഒരു ആക്സിസ് സിസ്റ്റം ഇനി ഇല്ല. അപ്പം ഈ ഒരു രീതി നോക്കിക്കാൻ Z മുകളിലോട്ടല്ലേ, Z ഇങ്ങോട്ടൊരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതിനെ അലോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കാര്യം. ഇപ്പം നമ്മളിതിനകത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കേസിൽ ഇപ്പം നമ്മുടെ കേസിൽ നമ്മുടെ റോബോട്ട് ഒരു 2R റോബോട്ട് തന്നെയാണ്. ഓക്കെ, എന്ന് പറയുമ്പം 2R റോബോട്ടാണ്. എന്ന് പറയുമ്പം 2R റോബോട്ട് എന്ന് പറയുന്നത് എന്താ? 2 റെവല്യൂട്ട് ജോയിൻറ്റ് ഉള്ള റോബോട്ടാണ് നമ്മുടെ കേസിൽ ഉപയോഗിക്കുന്നത്, 2 ജോയിൻറ്റ്. പക്ഷേ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വ്യത്യാസമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് പറയുമ്പം. ഇപ്പം ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനും ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. എന്ന് പറയുമ്പോൾ എക്സ് ബേസ് ചെയ്തായിരിക്കും. എന്ന് പറയുമ്പോൾ ഇസഡിലാണ് ഇതിൻ്റെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇസഡ് ആക്സിസിലാണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ എക്സും വൈയിലും ആണ് സ്വീപ്പ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവും. എന്ന് പറയുമ്പം ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. അപ്പോൾ കാരണം ഇവിടെ ഒരു മോട്ടർ വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇസഡ് ആക്സിസിലാണ് ഇതിൻ്റെ ആക്സിസ് ആണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പക്ഷേ നമ്മുടെ റോബോട്ടിൻ്റെ കേസിൽ അതങ്ങനെ ആവത്തില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് കാര്യമാക്കി തരാം. ഇത് മനസ്സിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇക്വേഷൻ എന്താണെന്ന് കത്തിയാൽ മതി, വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, എന്ന് പറയുമ്പം ഇപ്പം ചെയ്തുതരാം. ഇതിനകത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് മനസ്സിലായെടുത്തോളം ആക്സിസ് ഓഫ് റൊട്ടേഷൻ 2 വരെ കണക്കാം. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റോബോട്ട്. ഓക്കെ, നമ്മളെ റോബോട്ട് മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന റോബോട്ടിൻ്റെ ഒരു ഡിസൈനാണ് ഇതിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നതിനകത്ത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ഇതിനകത്ത് കാര്യം കാണിച്ചു തരാം. അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഞാൻ ഗ്രീൻ കളർ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങോട്ടാണ്? നിങ്ങൾക്ക് ഈ മോട്ടറിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. ഈ സ്ക്രൂ നോക്കുക. ആണെങ്കിൽ ഇവിടെ താഴെ ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങോട്ടാണ്? ഇങ്ങനെ ഈ ലൈനല്ലേ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ? എന്ന് പറയുന്നത് ഒന്ന് ഇങ്ങനെയും പോകാം, ഒന്ന് ഇങ്ങനെയും പോകാം അല്ലേ? പക്ഷേ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങോട്ടാണ്? ഈ മോട്ടറിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഏത് പ്ലെയിനിൽ നിന്ന് റൊട്ടേറ്റ്, ഏത് ആക്സിൽ നിന്ന് റൊട്ടേറ്റ്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് എങ്ങോട്ടാണ്? ഒന്നെങ്കിൽ ഇങ്ങനെയും പോകാം, ഒന്നെങ്കിൽ ഇങ്ങനെ തിരിച്ചും പോകാം. ഓക്കെ, മനസ്സിലായോ? എന്ന് പറയുന്നത് ഇതിന് ഈ ആക്സിസിന് പെർപെൻഡിക്കുലറല്ല. ഈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആക്സിസ്, ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനാണ് ഈ സാധനം. ഓക്കെ, ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനാണ് ഈ സാധനം.
അത് ഇതാണ് സംഭവം. ഓക്കെ, ഞാൻ മാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഈ ആക്സിസിൽ രണ്ടിൽ നിന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മുടെ മോട്ടർ. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലറാണ്. പക്ഷെ നമ്മുടെ മറ്റേ കേസിൽ എന്തായിരുന്നു? എന്താണ് നമ്മുടെ 2R റോബോട്ടിൽ? 2R റോബോട്ടിൻ്റെ പടം എൻ്റെ എല്ലാം പിന്നെ പിന്നെ ഷെയർ ചെയ്ത് തരാം. 2R റോബോട്ടിൻ്റെ കേസിൽ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ സെയിം ആയിരുന്നു. എന്ന് പറയുന്നത് നോക്കിക്കോ, ഇത് Z ആക്സിസ് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം നമ്മുടെ റോബോട്ട് എങ്ങനെ? നമ്മുടെ റോബോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ അടുത്ത ലിങ്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. ഓക്കെ, ഇത് L1, L2. ഓക്കെ, അപ്പം ഇതിന് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതാ Z ആക്സിസിലാണ് ഈ മോട്ടർ ഇരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ മോട്ടറിന് ആക്സിസ് Z ആക്സിസിലാണ്. അതേപോലെ തന്നെയാണ് ഈ മോട്ടറിന് ആക്സിസും Z ആക്സിസിലായിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും Z ആക്സിസ്, ഇത് Z ആക്സിസ് ആണ് സംഭവം. നിങ്ങളത് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അതേ കണക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം X, Y. പക്ഷേ ഈ കേസിൽ അങ്ങനെയാണോ? നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ കേസിൽ നിങ്ങൾ അങ്ങനെയാണോ തോന്നുന്നത്? ഇതിനെ ഒരു ഇതിനെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇതിനെ ഒരു 3 എന്ന് പറയുമ്പം ഇതിന് X, Y, Z എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതിന് പോസിബിളാണ് അല്ലേ? X, Y, Z എന്ന് പറഞ്ഞ സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ഇതിന് സപ്പോർട്ടാണ്. കാര്യം കാണിച്ചു തരാം, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാനത് വായിച്ചോളാം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇപ്പം ഇതാണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വെച്ചോ. ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അത് മെയിനായിട്ട് കാര്യം ഉദ്ദേശിക്കുന്നത്. ഇത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ ഈ കോർഡിനേറ്റ് സിസ്റ്റം എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പം മനസ്സിലാവും ഏകദേശം. നിങ്ങൾ ഈ ഇമേജ് ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. ഞാൻ എന്താ ഇവിടെ കറക്റ്റ് ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് Z ആക്സിസ് എപ്പോഴും ടോപ്പായിരിക്കും, മുകളിലോട്ടായിരിക്കും. X, Y എന്നൊരു പ്ലെയിനിലായിരിക്കും. ഓക്കെ, എക്സും വൈയും താഴെയാണെന്ന് ഉദ്ദേശിക്കുക, Z മുകളിലോട്ടാണെന്നായിരിക്കും. മറ്റേതിനെ പോലെ അല്ല. അത്രയെന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നോക്കുക, ഞാൻ ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഞാൻ ഇതിന് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പം എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നോക്കുന്നത്, ഞാൻ കറക്റ്റ് ഇതിനെ നടുക്ക് കൊണ്ടുവയ്ക്കുന്നു. നടുക്കാണ് എപ്പോഴും ഒറിജിൻ വരണ്ട. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ രീതി നിൽക്കുകയെന്ന് വെച്ചോ, ഊഹിച്ച് നോക്കുക. കാണുന്നുണ്ട്. ഇപ്പം ഇത് X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. X, Y ഇത് പോസിറ്റീവ് Y, ഇത് നെഗറ്റീവ് Y, മുകളിലോട്ട് Z. ഓക്കെ, ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകാം? ഇതിനകത്ത് ഇതിന് ഇതിന് എൻഡ് എഫക്ടർ എന്ന് പറയുന്ന സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? എന്താ സംഭവം എന്ന്? എൻഡ് എഫക്ടർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഏതാ റോബോട്ടിൻ്റെ അവസാനത്തെ ലിങ്കാണ് എൻഡ് എഫക്ടർ. അപ്പോൾ ഇത് ഈ പോർഷനാണ് ഇതിൻ്റെ എൻഡ് എഫക്ടർ. അതേ കണക്ക് ഈ റോബോട്ടിൻ്റെ കാലിൽ ഇവിടെ ഒരു എൻഡ് എഫക്ടർ ഉണ്ട്. ഓക്കെ, അപ്പം ഈ എൻഡ് എഫക്ടറിൽ നിന്ന് ഈ എൻഡ് എഫക്ടർ എങ്ങനെ മൂവ് ചെയ്യാം? ഇതിന് സൈഡായിട്ട് മൂവ് ചെയ്തോടെ, ഈ മോട്ടറിൻ്റെ സഹായത്തോടെ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്തോടെ. എന്ന് പറയുമ്പം ഈ മോട്ടറിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ Z ആക്സിസ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. പിന്നെ ഈ മോട്ടറിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു എക്സിനും വൈക്കും ഇടയ്ക്ക് വരുന്ന പല ആംഗിളിലും വേണമെങ്കിലും വരാം. ഓക്കെ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇതിൻ്റെ ലിങ്ക് ഏകദേശം എന്താ ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നോക്കൂ, ഈ ലിങ്ക് ഇങ്ങനെ വന്ന്, ഓക്കെ, ഇതൊരു ലിങ്കാണ്. അവിടെ താഴോട്ട് ലിങ്ക്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ രണ്ട് ലിങ്ക് ഇരിക്കുക. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം എന്താ പറയുക, അപ്പം ഇതിന് വേണമെങ്കിൽ